സിന്ദൂരരേഖ ഭാഗം 102. അമ്മു. അവളുടെ മുഖത്തിരുന്ന കേക്ക് തുടച്ചു നീക്കിക്കൊണ്ട് അവൻ അവളെ വിളിച്ചു. എന്താണെന്ന പോലെ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ മനുവേട്ടാ? താൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടും എന്തോ ആലോചന പോലെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെ കാണെ അവൾ അവനോട് തിരികെ ചോദിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ കവിളും കഴുത്തിനും ഇടയിലായിട്ട് കൈയെടുത്തു വെച്ചു. അവൻ അങ്ങനെ ചെയ്തതും അവൾ അവൻ്റെ മുഖത്തേക്കും അവളുടെ കൈയിലേക്കും ഒന്ന് നോക്കി. അവൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവൻ്റെ അടുത്ത നീക്കം എന്താവുമെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടുകളിലേക്കാണ്. അവനൊന്ന് അവളുടെ ദേഹത്തേക്ക് അമർന്നു. അപ്പോഴേക്കും അമ്മാള് പിന്നിലെ മതിലിൽ തട്ടി നിന്നിരുന്നു. അടുത്ത നിമിഷം ഒരു വാക്കുപോലും മിണ്ടാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ പൊതിഞ്ഞെടുത്തിരുന്നു. നാളുകൾക്ക് ശേഷം അറിയുന്ന കുളിരിൽ ഇരുവരും ഒരുപോലെ ഒന്നാകെ ഒന്ന് വിറച്ചുപോയി. അവളുടെ കൈകൾ അവൻ്റെ ദേഹത്ത് മുറുകി. അവളുടെ ചുണ്ടുകളെ ആദ്യമായെന്ന പോലെ അവൻ ഒന്നാകെ കവർന്നെടുത്തു. അവനെ തിരികെ ചുംബിക്കാനുള്ള ഇട അവൾക്കവൻ നൽകിയില്ല എന്നതാണ് സത്യം. അവളിൽ ഒന്നാകെ അടിമപ്പെട്ടു പോയതുപോലെ അവൻ അവളുടെ ഇരു ചുണ്ടുകളെയും ഒന്നാകെ നുണഞ്ഞെടുത്തു. ഒടുക്കം ശ്വാസം കിട്ടാതെ വന്നതും അവളൊന്ന് പിടഞ്ഞു. അതിലവൻ അവളിൽ നിന്ന് വിട്ടുമാറി. അവളെ നോക്കുമ്പോൾ അവളാകെ കിതച്ചു പോയിരുന്നു. അപ്പോഴും കിതപ്പടങ്ങാത്തതുപോലെ അവൾ കിതച്ചോണ്ടേയിരുന്നു. പഴയതുപോലെ അല്ല, അത്രയ്ക്കുള്ള സ്റ്റാമിനയൊന്നുമില്ല. കിതപ്പോടെ അവൾ അവനോട് പറഞ്ഞു. അതിൽ മനു അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പക്ഷേ അവൻ തന്നെ നോക്കി ചിരിക്കുന്നത് പോലും ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്നതുപോലെയാണ്. തന്നെ അത്രയും അഡ്മയർ ചെയ്യുന്ന രീതിയിലാണ് അവൻ നോക്കുന്നത് പോലും. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൻ നൽകിയ ചുംബനത്തിൽ ആകെ ചുവന്നിരിക്കുന്ന അവളുടെ മുഖം അവൻ്റെ ആ നോട്ടത്തിൽ ഒന്നുകൂടി ചുവന്നു വന്നു. അവളിൽ നാണത്തിൻ്റെ മേമ്പൊടി കലർന്നു. എങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ അവൾ ചോദിച്ചു, എന്താ, എനിക്ക് നിന്നെ നോക്കിക്കൂടെ? അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെയുള്ള അവൻ്റെ ചോദ്യം. ചോദ്യത്തിനൊപ്പം തന്നെ അവൻ അവളുടെ ചുണ്ടിൽ വീണ്ടും ഒന്ന് ചുംബിച്ചു മാറി മനുവേട്ടാ. അവൾ അവനെ തള്ളി നീക്കാൻ നോക്കി. അവളിൽ എപ്പോഴും ഉള്ള പോലുള്ള ധൈര്യമല്ല ഇപ്പോൾ. തീർത്തും അവനിൽ അടിമപ്പെട്ടു പോകും പോലെ. അവനിനാൽ അവളിൽ തീർത്ത നാണം അവളെ ഒന്നാകെ വിവശയാക്കി മാറ്റിയിരുന്നു. അവനിൽ നിന്ന് അകന്നു മാറാൻ അവൾ ആഗ്രഹിച്ചില്ല. എങ്കിലും അവനെ നോക്കാനുള്ള ശക്തി അവളുടെ കണ്ണുകൾക്കില്ലായിരുന്നു. അവനോട് നേർക്കുനേരെ നിന്ന് സംസാരിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ തങ്ങൾ മാത്രമുള്ള സമയം അവൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഉള്ള ഈ വെപ്രാളം, പിടച്ചിൽ, അതൊന്നും ഇപ്പോഴും തന്നെ വിട്ട് പോയിട്ടില്ല എന്നവൾ അന്നേരം മനസ്സിലാക്കുകയായിരുന്നു. അവൻ അവളുടെ ചുണ്ടിൽ വീണ്ടും ഒന്ന് ചുംബിച്ചു മാറി. അതുകൂടിയായതും ഇത്തവണ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഒന്ന് ഉറ്റുനോക്കി. പക്ഷേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ടീഷർട്ട് അവൻ അവളിൽ നിന്ന് ഊരി മാറ്റിയിരുന്നു. പെട്ടെന്നായതുകൊണ്ട് അവൾ ഒന്നാകെ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്നുള്ള അവൻ്റെ ആ പെരുമാറ്റം അവളെ ഒന്നാകെ ഞെട്ടിച്ചു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. മനുവേട്ടാ, എന്തായി കാട്ടുന്നേ? ഡ്രസ്സ് തന്നെ എൻ്റെ. അവൾക്ക് അവനിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവൾ അവനിലേക്ക് തന്നെ കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് അന്നേരം ചെയ്തത്. എന്നെ നോക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാതെ നിൽക്കുന്നവളെ അവൻ വിളിച്ചു. അമ്മാളു കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. അവൾ അവനെ നോക്കിയ നിമിഷം തന്നെ അവൻ അവളെ എടുത്തുയർത്തി ഇരു കൈകളിലുമായി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. അവളെ കിടത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ നോട്ടം അവളുടെ വയറിലേക്കാണ് എത്തി നിന്നത്. ചെറുതായിട്ട് വയറ് വന്നിട്ടുണ്ട് അവൾക്ക്. എങ്കിലും പെട്ടെന്നൊന്നും നോക്കിയാൽ അറിയില്ല. ഡ്രസ്സ് മാറി കഴിയുമ്പോൾ അറിയാനാവുന്നുണ്ട്. അവൻ ആ വയറിൽ പതിയെ ഒന്ന് മുഖം അമർത്തി. അമ്മാളു ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ നീണ്ട തലമുടിയിലേക്ക് വിരലുകൾ കടത്തി. അപ്പോഴേക്കും അവൻ അവിടെ ആകെ ചുംബനം കൊണ്ട് മൂടിയിരുന്നു. അവിടെ അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടിനൊപ്പം അറിയുന്ന അവൻ്റെ കണ്ണുനീരിൻ്റെ ചൂട് കിട്ടിയതും അവളൊന്ന് പിടഞ്ഞുപോയി. മനുവേട്ടാ. അവൾ അവൻ്റെ കവിളിൽ പിടിച്ച് അവൻ്റെ മുഖം തനിക്ക് നേരെ കൊണ്ടുവന്നു. മുറിയിൽ ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അവനെയും അവൻ അവളെയും നന്നായിട്ട് തന്നെ കാണാം. അമ്മാളു അവൻ്റെ മുഖം ഉയർത്തി നോക്കിയപ്പോഴേക്കും കരഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം ആകെ ചുവന്നിരിക്കുകയായിരുന്നു. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് മനുവേട്ടാ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ നമ്മൾ? പിന്നെയും എന്തിനാ? തൻ്റെ കവിളിലിരിക്കുന്ന അവളുടെ കൈകൾ പിടിച്ച് അവൻ അതിൽ ആ കൈവെള്ളയിൽ ഒന്ന് ചുംബിച്ചു. ഐ ആം ഫീലിംഗ് എ ബിറ്റ് ഇമോഷണൽ. എനിക്കറിയില്ല അതെന്താന്ന്. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഞാൻ കാരണമാണോ നിനക്ക്? എന്ത് കാരണമാണ് മനുവേട്ടാ? എനിക്ക് ഓരോന്ന് ആലോചിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തൊക്കെയോ ആലോചിക്കുന്നു. മനു ഓരോന്ന് പറഞ്ഞു. അമ്മാളും എഴുന്നേറ്റിരുന്നു. അവൾ ടീഷർട്ട് ഇല്ലാതെ ഇന്നർ മാത്രം എടുത്താണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും അവനിൽ നിന്ന് തെറ്റായ രീതിയിലുള്ളൊരു നോട്ടം പോലും അവളിലേക്ക് വന്നില്ല എന്നതാണ് സത്യം. അവൾ കട്ടിലിൽ കിടന്നിരുന്ന പുതപ്പെടുത്ത് ദേഹത്തേക്കിട്ടു. മനു കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്ന് അവളെ എടുത്ത് തൻ്റെ മടിയിലേക്കിരുത്തി.
അമ്മാളു അങ്ങനെ തന്നെ ഇരുന്ന് അവൻ്റെ നെഞ്ചിലേക്ക് പുറം ചാരിയിരുന്നു. അവൻ്റെ ഒരു കൈ അപ്പോഴും പുതപ്പിനിടയിലൂടെ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. മനുവേട്ടാ. അങ്ങനെ ഇരുന്ന് അവൾ അവനെ വിളിച്ചു. എന്താ ഈ മനസ്സിൽ? അമ്മോ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താ? നീ നീ ഇപ്പോൾ ഒരു പ്രഗ്നൻസി ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. ഒറ്റ വാക്കിൽ അവളുടെ മറുപടി കഴിഞ്ഞിരുന്നു. ഇപ്പോഴോ? എൻ്റെ ഉള്ളിലുള്ളതൊരു ജീവനാണ് മനുവേട്ടാ. അതിനെ എനിക്ക് വേണം. ഇപ്പം ഞാനിങ്ങനെ ഉള്ളത് പോലും ചിലപ്പോൾ ഈ കുഞ്ഞു കാരണമാണ്. അമ്മാൾ തിരികെ പറഞ്ഞു. എൻ്റെ മനസ്സിലെന്തോ ഇത് വല്ലാതെ നേരത്തെ ആയിപ്പോയി എന്ന് തോന്നുന്നു. നീയും ഞാനും മാത്രമുള്ള നല്ല സമയം നഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു മനസ്സിൽ. നമ്മൾ ഒരുമിച്ചുള്ള സമയം ഇനിയും ഉണ്ടാവും മനുവേട്ടാ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല. ഇപ്പോൾ മറ്റെന്തിനേക്കാളും ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ്. അത് പറയുന്നതിനൊപ്പം അവളുടെ കൈകൾ അവളുടെ ഉദരം ഒന്ന് തഴുകി കടന്നുപോയി. മനുവിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇപ്പോൾ കുറച്ചു നേരമായി കലങ്ങി മറിയുന്നു. എങ്കിലും അമ്മാളുവിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവളിപ്പോൾ ഈ കുഞ്ഞിനെ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നവന് മനസ്സിലായി. പിന്നെ ഇതൊക്കെ ചെയ്തു വെച്ചപ്പോൾ ഇങ്ങനെയായി പോകുമെന്ന് മോൻ ഓർത്തില്ലേ? അവളത് ചോദിച്ചുകൊണ്ട് തൻ്റെ വയറിലിരിക്കുന്ന അവൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് നുള്ളി. അവൻ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു. അന്നേരം ഓർത്തില്ല. അതെങ്ങനെ ഇക്കാര്യമൊക്കെ അന്നേരം ഓർക്കുന്നത്? മനു അവളുടെ കഴുത്തിലേക്ക് ഒന്ന് മുഖം അമർത്തി. ഇക്കിളി കൊണ്ട് അമ്മാൾ കഴുത്ത് വെട്ടിച്ചു. അവൻ പതിയെ അവളുടെ കഴുത്തിൽ ഒന്ന് കടിച്ചു. അവളിൽ നിന്ന് അവനെ ഭ്രമിപ്പിക്കാൻ പാകത്തിനുള്ള ശബ്ദം. അതിൽ മനുവിൻ്റെ മുഖഭാവം ഒന്നാകെ മാറിപ്പോയിരുന്നു. അവളെ അങ്ങനെ തന്നെ കട്ടിലിലേക്ക് പതിയെ കിടത്തി അവൻ അവളുടെ മുകളിലായി വന്നു. ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ മുൻപുണ്ടായിരുന്നത് പോലുള്ള ഭാവമല്ല എന്നത് അമ്മാളു എളുപ്പം മനസ്സിലാക്കിയിരുന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ തനിക്ക് മാത്രം അറിയാവുന്ന, തനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഭാവമാണ്. തന്നോട് മാത്രം അവനുള്ള ഭാവം. മനുവേട്ടാ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ വിളിച്ചു. അവിടുന്ന് തിരികെ ഇങ്ങോട്ട് വരുമ്പോൾ നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. നിന്നിൽ അലിഞ്ഞു ചേർന്ന് രാവും പകലും ഒന്നാക്കി മാറ്റണമെന്നായിരുന്നു എനിക്ക്. അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി അവൻ്റെ വാക്കുകളിൽ അവളിലെ സ്ത്രീ ഒന്നാകെ വിവശയായി മാറിയിരുന്നു. അത് പറ്റില്ലെങ്കിലും ഇന്ന് ഈ രാത്രി എനിക്ക് നീ വേണം. അതിർവരുമ്പകൾ ഭേദിക്കാതെ പ്രണയിക്കണം എനിക്ക് നിന്നെ. നിന്നിൽ അലിഞ്ഞു ചേർന്ന് നിന്റെ മതി. അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് ബാക്കി പറയും മുന്നേ അവനെ തടഞ്ഞു. അവൻ ആ വിരൽ നീക്കി വീണ്ടും തുടർന്നു. നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. അവൻ പറഞ്ഞു തീരും മുന്നേ അവൾ വീണ്ടും അവൻ്റെ വായ് മൂടി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. അതിലുള്ള വശ്യത അവന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. അത് തനിക്കുള്ള സമ്മതമാണെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും അവൾക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന പോലെ അവനൊരു കുസൃതി തോന്നി. ഇഫ് യു ഓക്കെ ദെൻ കിസ് മീ. അവൻ പറഞ്ഞതും പെട്ടെന്ന് ഞെട്ടലോടെയാണ് അവൾ അവനെ നോക്കിയത്. അതേ നിമിഷം തന്നെ അവൻ മുറിയിലെ ലൈറ്റ് ഓഫാക്കിയിരുന്നു. മുറിയിൽ നേരിയ വെളിച്ചം മാത്രം ബാക്കിയായി. എങ്കിലും ആ വെളിച്ചത്തിലും അവൾക്ക് അവനെയും അവൻ അവളെയും കാണാനാവുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ നോട്ടത്തിൽ അവളുടെ ഉടലൊന്നാകെ കുളിർന്നു പോയി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളിലേക്ക് ഓടിമാഞ്ഞു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളെ പുണരാൻ ആഗ്രഹിച്ചു. അതിനുള്ള വ്യഗ്രത പോലെ അവ അവൻ്റെ ചുണ്ടുകളെ തേടിച്ചെന്നു. അവൾ തുടങ്ങിവെച്ച ചുംബനം അവനായിട്ട് ഏറ്റെടുത്തു. അവളുടെ ഇപ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കി എന്നതുപോലെ വളരെ നേർമയായി, അത്രയും മൃദുലമായിട്ട് എന്ന പോലെയാണ് അവൻ അവളെ ചുംബിച്ചുണർത്തിയത്. ചുംബനം ചുണ്ടുകളിൽ നിന്നും കഴുത്തിലേക്ക് എത്തി നിന്നു. അവിടെ നിന്നും അവൻ താഴേക്കിറങ്ങുന്നതും തന്നിലാകെ ബാക്കിയുണ്ടായിരുന്ന മേൽവസ്ത്രം അവൻ്റെ കൈകളാൽ തൻ്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുന്നതും അവൾ അറിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലേക്ക് എത്തി നിന്നതും വികാരത്താൽ അവളൊന്ന് മൂളി. അതിൽ അവനിൽ കൂടുതൽ ആവേശമാണ് തീർത്തത്. എങ്കിൽ പോലും മാതൃത്വത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അവളുടെ മാറിടങ്ങൾക്ക് വന്നിരുന്ന വ്യത്യാസം അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതറിഞ്ഞതുപോലെ അവൻ ഒരിക്കൽ പോലും അവളെ വേദനിപ്പിച്ചില്ല. വികാര തീവ്രതയിൽ രണ്ടുപേരിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി ചിന്നിച്ചിതറി. അവളിൽ അവൻ ഒന്നാകെ ഒരു ചാറ്റൽ മഴ പോൽ പെയ്തിറങ്ങി. ആ രാത്രിയിൽ അതിർവരമ്പുകൾ ഭേദിക്കാതെ അവരിരുവരും പ്രണയമഴയിൽ നനഞ്ഞു. അവൻ അവളിലും അവൾ അവനിലും ഒന്നായി പെയ്തിറങ്ങി. അത്രയും ആവേശത്തോടെയാണെങ്കിൽ പോലും അവളെ അത്രമാത്രം നോവിക്കാതെയാണ് അവൻ വീണ്ടും അവളെ സ്വന്തമാക്കിയത്. ഒടുവിൽ ഇരുവരും അകന്നു മാറുമ്പോൾ അവളും അവനും ഒരുപോലെ കിതച്ചു പോയിരുന്നു. അമ്മാളും നല്ല രീതിയിൽ തന്നെ കിതച്ചു പോയിരുന്നു. മേ ഡേയ്സ് ലൈക്ക് ദീസ് നെവർ എൻഡ്, അല്ലേ? തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്ന അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയും മറുകൈ അവളുടെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടും അവൻ ചോദിച്ചു.
അത് കേട്ടതും അമ്മാളും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കുകയാണ് ചെയ്തത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാട്ടോ. അപ്പോൾ ബൈ.